ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അടുത്തിടെ നടന്ന സംഘർഷം ലോക ശ്രദ്ധ നേടിയിരുന്നു. കഴിഞ്ഞ ഏപ്രിലിൽ പഹൽഗാമിൽ ഭീകരർ നടത്തിയ ആക്രമണത്തിൽ 26 നിരപരാധികളാണ് കൊല്ലപ്പെട്ടിരുന്നത്. ഇതേ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാനുമായുള്ള സിന്ധു നദീജല കരാർ മരവിപ്പിച്ചു. ഇത് പാകിസ്ഥാൻ സമ്പദ് വ്യവസ്ഥയെ ഉൾപ്പെടെ ദോഷകരമായി തന്നെ ബാധിക്കുന്ന നടപടിയായി വിലയിരുത്തപ്പെടുകയും ചെയ്തു. തുടർന്ന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ തിരിച്ചടി നൽകുകയും ചെയ്തു. സിന്ധു നദിയിലെ ജലം തടയരുതെന്ന് ഇതിനുശേഷം പാകിസ്ഥാൻ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ ഇന്ത്യ നിലപാട് മാറ്റാൻ തയ്യാറായില്ല. ഈ വിഷയത്തിൽ ചൈന നിഷ്പക്ഷ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ജലം ലഭ്യമായില്ലെങ്കിൽ ഇന്ത്യക്ക് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമെന്ന പ്രസ്താവനയാണ് ചൈനയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾക്കെതിരെ മറ്റുള്ളവർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾ മറ്റുള്ളവർക്കെതിരെ ചെയ്യരുത് എന്നാണ് ഗാവോ വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ ചൈനയുടെ സുരക്ഷാ ഉപദേഷ്ടാവായും പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് ഇദ്ദേഹം. ചൈനയ്ക്ക് ബ്രഹ്മപുത്ര നദിയിലുള്ള തന്ത്രപ്രധാന നിയന്ത്രണമാണ് ഗാവോ എടുത്തു പറയുന്നത്. ഇന്ത്യയുടെ ജലലഭ്യതയിൽ ചൈനയിൽ നിന്നും ഒഴുകിയെത്തുന്ന ബ്രഹ്മപുത്രയ്ക്ക് വലിയ പങ്കുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. പാകിസ്ഥാന്റെ സുഹൃത്തായ ചൈന ബ്രഹ്മപുത്രയെ ഇന്ത്യക്കെതിരായ നീക്കത്തിന് ഉപയോഗിക്കുമോ എന്ന ചോദ്യവും ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം എന്നാണ് ഗാവോ മറുപടി നൽകിയിരിക്കുന്നത്. ബ്രഹ്മപുത്ര നദിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും ചൈനയും കരാറുകളൊന്നും നിലവിൽ നിർത്തിയിട്ടില്ല. ഇന്ത്യയുടെ ശുദ്ധജല ശേഖരത്തിൽ ഏകദേശം 1/3 ബ്രഹ്മപുത്ര നദിയിൽ നിന്നാണ് ലഭിക്കുന്നത്. രാജ്യത്തിന്റെ ജലവൈദ്യുതിയിൽ 40%-ലധികവും ബ്രഹ്മപുത്ര സംഭാവനയാണ്. ഇതിനിടെ ലോകത്തെ ഏറ്റവും വലിയ ഡാം ഇന്ത്യൻ അതിർത്തിക്ക് സമീപം ബ്രഹ്മപുത്രയിൽ നിർമ്മിക്കാനുള്ള ശ്രമങ്ങൾ ചൈന ഊർജിതമായി തുടരുകയും ചെയ്യുന്നു. $193 ബില്യൺ അഥവാ 11.9 ലക്ഷം കോടി രൂപയുടെ മെഗാ പ്രൊജക്ട് ആണിത്. കൈലാസത്തിൽ ഉത്ഭവിക്കുന്ന ബ്രഹ്മപുത്ര ചൈനയിൽ യാലുങ് ടെസാങ്പോ എന്ന പേരിലാണ് ഒഴുകുന്നത്. ഇന്ത്യയിലൂടെയും ബംഗ്ലാദേശിലൂടെയും ഒഴുകുന്ന ഈ നദി പിന്നീട് ഗംഗയുമായി ചേർന്ന് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുകയാണ്. അതേസമയം ഗാൽവൻ താഴ്വരയിലെ സംഘർഷത്തിന് ശേഷം ഇന്ത്യയും ചൈനയും നയതന്ത്ര സൈനിക മേഖലകളിൽ സഹകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ ഇന്ത്യയെ പ്രകോപിപ്പിക്കുന്ന പ്രസ്താവനകളൊന്നും ചൈന നടത്തിയിട്ടില്ല എന്നതും ഇതോടൊപ്പം കൂട്ടിവായിക്കേണ്ടതാണ്. ചൈന പണിയാൻ പോകുന്ന ഏറ്റവും വലിയ ഡാം ലോകത്തെ തന്നെ നശിപ്പിക്കാൻ ശേഷിയുള്ളതാണോ? എന്നാൽ പോലും ഇന്ത്യനെ ഇത് നശിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്ന് എടുത്തു പറയേണ്ടതാണ്. കാരണം ബ്രഹ്മപുത്ര നദിയിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളം ഇന്ത്യയിലെ 40% വൈദ്യുതിക്കും അതുപോലെ തന്നെ കൃഷിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ജലസ്രോതസ്സാണ്. എന്നാൽ ഈ ഒരു ഡാം പണിത് കഴിയുകയാണെങ്കിൽ ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ വറ്റി വരളുന്ന അവസ്ഥയിലെത്തും. ആ ഒരു സാഹചര്യത്തിൽ വലിയ പ്രതിസന്ധികളായിരിക്കും ഇന്ത്യയിൽ നേരിടേണ്ടി വരുന്നത്. ബിസിനസ്സിലും കൃഷിയിലും വളരെയധികം തിരിച്ചടികൾ ഇത് നടത്തിക്കും. എന്തായാലും ചൈനയുടെ ഇത്തരത്തിലുള്ള നടപടി എന്തിനു വേണ്ടിയാണ് എന്നുള്ളതും വ്യക്തമായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല ചൈന ഈ ഒരു ഡാം പണിത് കഴിഞ്ഞാൽ ഇന്ത്യയുടെ സ്ഥിതി എങ്ങനെയാകും എന്നുള്ളതും കണ്ടു തന്നെ അറിയണം. ഇപ്പോൾ മുല്ലപ്പെരിയാർ അടക്കമുള്ള ചെറിയ ഡാമുകൾ പൊട്ടേണ്ട അവസ്ഥ വന്നതിനാൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. ചൈന പണിയാൻ പോകുന്ന ഡാമുമായി പരിശോധിക്കുകയാണെങ്കിൽ മുല്ലപ്പെരിയാർ ഒരു ചെറിയ ഡാമാണ്. എന്നാൽ ഈ മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമ്പോൾ എന്തൊക്കെ ദുരന്തങ്ങളാണ് നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതെല്ലാം വ്യക്തമായി നമുക്കറിയാവുന്ന സാഹചര്യത്തിൽ അത്രയും വലിയ ഒരു ഡാം പണിയാൻ ചൈന തയ്യാറെടുക്കുമ്പോൾ ചൈനയുടെ നിർമ്മിതികൾ എത്രത്തോളം ഉറപ്പുണ്ട് എന്നുള്ളത് വ്യക്തമായി അറിയാവുന്ന ലോക സംഘടനകൾ ഇതിന് കൂട്ടുനിൽക്കുകയാണെങ്കിൽ അത് ഇന്ത്യക്ക് വലിയൊരു ഭീഷണി നൽകും എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കണം. കാരണം ചൈനയിൽ ഇതിനു മുമ്പും വലിയ ഡാമുകൾ തകർന്നതായും അതുപോലെ തന്നെ ഈ ഡാമുകൾ തകർന്നപ്പോൾ മറ്റു രാജ്യങ്ങൾ ഒന്നും അറിയാതെ അതിനെ മറച്ചു വെച്ചതുമെല്ലാം തന്നെ നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് ചൈനയുടെ ഈ പ്രവൃത്തി എങ്ങനെയാണ് ഇന്ത്യയെ ബാധിക്കാൻ പോകുന്നത് എന്നുള്ളതെല്ലാം കണ്ടു തന്നെ അറിയാം.